നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ 5 സംസ്ഥാനങ്ങളിൽ ചൂട് പിടിച്ച് നടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാര പരിപാടികൾ, പ്രചാരണങ്ങൾ ചൂട് പിടിച്ച് നടക്കുന്ന ഈ അവസരത്തിൽ കേരളത്തിൽ വളരെ കൗതുകകരമായിട്ടുള്ളൊരു നിരീക്ഷണം ജനങ്ങൾ നടത്തുന്നുണ്ട്. കാരണം ഇതിൽ പല ഇടങ്ങളിലും നടക്കുന്നത് കോഴിപ്പോരാണ് എന്നാണ് ജനങ്ങളുടെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് ട്രോളന്മാരായിട്ടുള്ള പുതുതലമുറയിലെ സമ്മതിദായകരുടെ ഒരു അഭിപ്രായം. അത് സംബന്ധിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ ഏറെക്കുറെ ശരിയാണ് എന്ന് തോന്നുന്നു. എന്താണ് ഈ കോഴിപ്പോരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോഴിപ്പോര് സത്യത്തിൽ ഭാരതത്തിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ പോര് കോഴികളെ കൊണ്ടുള്ള തമ്മിൽ യുദ്ധം ചെയ്യിപ്പിച്ച് ഒരു കായിക വിനോദമായി കൊണ്ടു നടക്കുന്ന ഒരു പ്രക്രിയ നമ്മുടെ ആടുകളം പോലുള്ള തമിഴ് സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തമിഴ്നാട്ടിൽ ഇപ്പോഴും പല ഉൾപ്രദേശങ്ങളിലും അത് നടക്കാറുണ്ട്. തമിഴ്നാട്ടിൽ മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും നടക്കാറുണ്ട്. അത്തരത്തിലുള്ളൊരു കോഴിപ്പോരല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ നാട്ടിലെ പൂവാലൻ കോഴി എന്ന് പറയില്ലേ, അത്തരത്തിലുള്ള കോഴികളുടെ ഒരു പോരാണ് എന്നാണ് ട്രോളന്മാർ പറയുന്നത്. ആലോചിച്ചപ്പോൾ സംഗതിയിലൊരു ചെറിയൊരു ശതമാനം സത്യം ഇല്ലാതില്ല. കാരണം ആലോചിച്ച് നോക്കൂ, ഒറ്റപ്പാലത്ത് UDF-ൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PK ശശി, അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. എന്നിരുന്നാലും അക്കാര്യത്തിൽ ഈ ഒരു കാര്യത്തിൽ ഇരു മുന്നണികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. കാരണം PK ശശിയിൽ നിന്ന് ഞാൻ ആദ്യം തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പട്ടത്തിന് ഉള്ള അവകാശം ഒരു പകുതിയായിട്ട് പകുത്തെടുക്കാമെന്നാണ് LDF-കാർ UDF-കാരോട് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ PK ശശിയിൽ ഈ ആരോപിക്കപ്പെടുന്ന സ്ത്രീവിരുദ്ധത അല്ലെങ്കിൽ പീഡനാരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തപ്പെട്ടത് അദ്ദേഹം LDF-ൽ ഉണ്ടായിരുന്നപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ പീഡനത്തിൻ്റെ തീവ്രത അളന്നതും LDF-കാർ തന്നെയാണ്. അതുകൊണ്ട് അവരുടെ ഒരു വാദത്തിന് ഒരു സാധുതയുണ്ടെന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരു 50% ക്രെഡിറ്റെങ്കിലും LDF-കാർക്ക് PK ശശിയുടെ ഈ ഒരു പട്ടത്തിന്, ഏത് പട്ടമാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല, കോഴിപ്പട്ടമെന്ന് തന്നെ വെച്ചുള്ളൂ, ആ ഒരു പട്ടത്തിന് കൊടുക്കണമെന്നുള്ളതാണ് ട്രോളന്മാർ പറയുന്നത്. ഞാനും അതിനോട് യോജിക്കുന്നു. LDF-കാരും പറയുന്നത് UDF-ന് 50% ക്രെഡിറ്റ് ഇപ്പോഴുണ്ട്. കാരണം UDF-ൻ്റെ പിന്തുണയോടുകൂടിയാണല്ലോ PK ശശി ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നത്. ഇനി ഒറ്റപ്പാലത്ത് നിന്ന് ബേപ്പൂരേക്ക് വന്നാലോ, അവിടെ നമ്മുടെ മരുമകൻ സാറ് മത്സരിക്കുകയാണ്. മരുമകൻ സാറിനെ കുറിച്ച് പത്രങ്ങളിൽ വന്ന അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയെ അദ്ദേഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത്, ചുവരിൽ ചേർത്ത് നിർത്തി ഇടിച്ചിരുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ അക്കാലത്ത് വന്നിരുന്നു. പരാതികളായി തന്നെ പോയിരുന്നു. അതെല്ലാം പിൽക്കാലത്ത് തേച്ചു മായ്ക്കപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ഒതുക്കപ്പെടുകയോ ചെയ്തിരുന്നു. പക്ഷേ അക്കാലത്ത് ആരോപണങ്ങൾ വന്നിട്ടുള്ളതാണ്. സമീപകാലത്ത് ഏറ്റവും നല്ല കോഴിപ്പട്ടമായിട്ട് LDF-കാർ കോഴിയാണ് എന്ന് പൊതു മണ്ഡലങ്ങളിൽ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ച രാഹുൽ മാങ്കൂട്ടം പോലും അത്തരത്തിലൊരു ആരോപണം അദ്ദേഹത്തിന് നേരെ ഉന്നയിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ UDF അവർക്കുണ്ടായിരുന്നൊരു അവസരം നഷ്ടപ്പെടുത്തി എന്നേ ഞാൻ പറയുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി കോഴിപ്പോരിലെ ഒരു പ്രമുഖ പോരാളിയെ അവർ നഷ്ടമാക്കി എന്നേ ഞാൻ പറയുള്ളൂ. രാഹുൽ മാങ്കൂട്ടം ഈ ഒരു വീഡിയോയിൽ പ്രസക്തനല്ല, കാരണം അദ്ദേഹം മത്സരിക്കുന്നില്ല. പക്ഷേ മുഹമ്മദ് റിയാസിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ മേലുയർന്നിരുന്നു. ഇനി വടക്ക് നിന്ന് ഇങ്ങോട്ട് മാറി തെക്കിലേക്ക് വന്നാലോ, അവിടെ നമുക്ക് പത്തനാപുരത്തേക്കൊന്ന് കടന്നു ചെല്ലാം. പത്തനാപുരത്താണ് 500 കോഴിപ്പോരുകളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് സ്വയം അവകാശവാദം മുഴക്കിയ KB ഗണേഷ് കുമാർ അംഗത്തിനിറങ്ങുന്നത്. ഒരു കാര്യം ഈ പറഞ്ഞ വ്യക്തികൾ എല്ലാവരും സമ്മതിക്കും, പരസ്യമായി ഇത്തരത്തിലുള്ളൊരു അവകാശവാദം നടത്തി അതിന് ഏറെക്കുറെ സാധുത നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന KB ഗണേഷ് കുമാറിനെ ഇക്കാര്യത്തിൽ വെല്ലുവാൻ ഭൂമി മലയാളത്തിൽ ഇനിയൊരാൾ ജനിച്ചു വരേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഈ സഹപോരാളികൾക്കാർക്കും, ഈ കോഴിപ്പോരിൽ പങ്കെടുക്കുന്ന സഹപോരാളികൾക്കാർക്കും തർക്കമുണ്ടാകുവാൻ സാധ്യതയില്ല. ജനങ്ങൾക്കും തർക്കമുണ്ടാകുവാൻ സാധ്യതയില്ല. അദ്ദേഹം വളരെ അഭിമാനപൂർവ്വം ഇത് നാട്ടുകാരുടെ മുമ്പിൽ തുറന്നു പറയുകയും ഒടുവിൽ ഇത് പ്രശ്നമാകുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനെതിരെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയുടെ കാല് പിടിച്ച് ഇടനിലക്കാരെ ഇറക്കി ആ കേസ് ഒതുക്കി തീർത്ത് പോലീസിൽ പരാതിയായി ആ ആരോപണങ്ങൾ എത്തുവാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് സ്വയം സുരക്ഷിതനാക്കി, നിയമപരമായി സുരക്ഷിതനാക്കി വീണ്ടും അംഗത്തിൽ ഇറങ്ങുകയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യവും നമുക്ക് അംഗീകരിക്കാം. കാരണം അദ്ദേഹം തന്നെയാണ് ഈ ഏറ്റവും വലിയ പോരാളി ഈ കോഴിപ്പോരിൽ എന്നുള്ള കാര്യം പൊതുവെ അംഗീകരിക്കപ്പെട്ടൊരു കാര്യമാണ്. അദ്ദേഹത്തിനൊരു എതിരാളി ഉണ്ടാകുമായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടം പോരിനിറങ്ങിയിരുന്നെങ്കിൽ. കാരണം അദ്ദേഹം ഒരു മോശമല്ലാത്ത വളർന്നു വരുന്ന KB ഗണേഷ് കുമാറും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ
പ്രായത്തിൻ്റെ വ്യത്യാസമുണ്ട്. രാഹുൽ മാങ്കൂട്ടം വളർന്നു വരുന്നൊരു പോരാളിയാണ്, പക്ഷേ പ്രതീക്ഷ നൽകുന്നൊരു പോരാളിയാണ് കോഴിപ്പോരിൽ. കാരണം കെ വി ഗണേഷ് കുമാറിനെ ഒരുപക്ഷെ കാലാന്തരത്തിൽ കവച്ചു വെച്ചിരിക്കുന്ന 5000 കെ വി ഗണേഷ് കുമാറിൻ്റെ പോരിൻ്റെ എണ്ണമെങ്കിൽ ഒരു 10,000 സ്വന്തം പട്ടികയിലേക്ക്, പോരുകളുടെ പട്ടികയിലേക്ക് വിജയകരമായി ചേർക്കുവാൻ പ്രാപ്തിയും ശേഷിയും ക്ഷേമൂഷിയുമുള്ള ഒരു പോരാളി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം പോരിനിറങ്ങിയിരുന്നെങ്കിൽ പോലും LDFിൻ്റെ ഒരു പൊതുവായ ഘടനയെടുക്കുമ്പോൾ CPIM, DYFI, SFI ഈ 3 പ്രസ്ഥാനങ്ങളെയും ഒന്ന് വിശകലനം ചെയ്താൽ അവയിലുള്ള പോരാളികളുടെ എണ്ണം UDF താങ്ങില്ല എന്നുള്ളതാണ്. കാരണം സ്വന്തം സഹയാത്രികയ്ക്ക്, രാഷ്ട്രീയ സഹയാത്രികയ്ക്ക്, സ്വന്തം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ സഹയാത്രികരായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലുള്ള സഹയാത്രികയോട് തന്തയില്ലാത്ത കുഞ്ഞിനെ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ ആർഷവ് മുതൽ ഒരു ആസ്ഥാന പോരാളികൾ നിറഞ്ഞു വിളങ്ങുന്ന SFI, DYFIയിലേക്ക് വരുമ്പോൾ അതിൻ്റെ എണ്ണം അങ്ങ് വർദ്ധിക്കുന്നു. കാരണം ഇവിടുന്നാണല്ലോ അങ്ങോട്ടേക്ക് പ്രൊമോഷൻ കിട്ടിപ്പോകുന്നത്. CPIMൽ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പോരാളിയുടെ കാര്യം ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി. പോരിനിറങ്ങുന്ന കഴക്കൂട്ടത്തെ കടകംപള്ളി സുരേന്ദ്രൻ സാറിനെ കുറിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. കാരണം അതൊന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നതിൽ ഒരു വിരസത നിങ്ങൾക്കും അനുഭവപ്പെടും. കേൾക്കുന്ന CPIMകാർക്ക് നാണമില്ലെങ്കിലും പറയുന്ന നമുക്കൊരു നാണമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി. അതിന് സദയം ക്ഷമിക്കണം. അദ്ദേഹത്തെ ഒഴിവാക്കിയതിൽ നിന്ന് അദ്ദേഹത്തെ ഒരു പോരാളിയായി ഞാൻ കാണുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അദ്ദേഹവും ഒരു പോരാളി തന്നെയാണ്. പ്രായത്തിൻ്റേതായിട്ടുള്ള അവശതകൾ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹവും ഒരു പോരാളി തന്നെയാണ് ഇക്കാര്യത്തിൽ. പക്ഷേ കെ വി ഗണേഷ് കുമാറിൻ്റെ മുമ്പിൽ തുലവും നിസ്സാരനായ ഒരു പോരാളിയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം പോരിനിറങ്ങിയിരുന്നെങ്കിൽ കെ വി ഗണേഷ് കുമാർ ഒരുപക്ഷെ നിഷ്പ്രഭനായി പോയേനെ, അല്ലെങ്കിൽ കെ വി ഗണേഷ് കുമാറിന് തുല്യതയോടുകൂടിയുള്ളൊരു പോരാട്ടം അദ്ദേഹം നൽകിയേനെ. പക്ഷേ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളെല്ലാം നൽകിയാലും ഞാൻ ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പീഡനത്തിൻ്റെ തീവ്രത അളക്കുന്ന യന്ത്രം വരെ കണ്ടുപിടിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പോരാട്ട ചരിത്രം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അവരുടെ ഈ ഒളിവ് ജീവിതങ്ങളുടെ കാലം മുതൽ തുടങ്ങി ഇത്തരത്തിലുള്ള കോഴിപ്പോരിൻ്റെ ചരിത്രങ്ങളെന്ന് പറയുന്നത് സത്യത്തിൽ രക്തരൂക്ഷിതമായ ചരിത്രം തന്നെയാണ്. ചോരച്ചാലുകൾ അവർ നീന്തി കടന്നാലും ഇല്ലെങ്കിലും കോഴിത്തൂവലുകൾ നിറഞ്ഞ പാടങ്ങൾ അവർ നീന്തി കടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ചരിത്രകാരനും ഒരു തർക്കവും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കില്ല എന്നുള്ള കാര്യം ഞാൻ എഴുതി വെച്ച് തരാം. ഏതെങ്കിലും ചരിത്രകാരൻ ഇക്കാര്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു തർക്കം അവതരിപ്പിച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. അവർക്ക് മറുപടി നൽകുവാനുള്ള ചരിത്രങ്ങൾ നിരവധി എവിടെയൊക്കെ ലഭ്യമാണ് എന്നുള്ള കാര്യം VT ബൽറാമിനോട് ചോദിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. VT ബൽറാം നിയമസഭയിൽ തന്നെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പോരാളി ഇത്തരത്തിലുള്ള പോരുകൾ നടത്തിയതിൻ്റെ ചരിത്രം ഒന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ VT ബൽറാമിനെ പച്ചയ്ക്ക് കത്തിക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങിയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം അദ്ദേഹത്തെ ഈ ഒരു പട്ടികയിലേക്ക് ചേർക്കുവാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് PK ശശിക്കും ഗോപി കോട്ടമുറിക്കലിനും ഒന്നും ഒരു കോമ്പറ്റീഷൻ ഇഷ്ടമല്ലായിരുന്നിരിക്കണം. അല്ലെങ്കിൽ ഒരു പരമോന്നത നേതാവായിരുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു മുന്നണി പോരാളിയായിരുന്ന ഒരാൾ തങ്ങൾക്ക് പുതിയൊരു വെല്ലുവിളിയായി ഉയർന്നു വരുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് VT ബൽറാമിനെ പച്ചയ്ക്ക് കത്തിക്കുവാൻ അവർ മുതിർന്നത്. VT ബൽറാമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ VT ബൽറാമിൻ്റെ പാർട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. VT ബൽറാമിനെ പോലൊരു യുവരക്തം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. VT ബൽറാമിൻ്റെ പിന്തുണ വളരെയധികം കാലം തലയിലേറ്റി അഭിമാനത്തോടു കൂടി നടന്നിരുന്നൊരു വ്യക്തിയാണ്. ഷാഫി പറമ്പിലാണ് പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ രക്ഷാധികാരിയെങ്കിലും VT ബൽറാമും ഇവരെല്ലാം യുവരക്തങ്ങളാണ് ഞങ്ങൾ എന്നുള്ള രീതിയിൽ നടന്നിരുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് VT ബൽറാം ഈ പോരിൽ ഉള്ള കോൺഗ്രസ്സുകാർക്ക് പിന്തുണ കൊടുത്തിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. കമ്മ്യൂണിസ്റ്റുകാർ പിന്തുണ കൊടുത്തു എന്നല്ല ഞാൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം അവരുടെ പോരാട്ടം ചേർന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ജനങ്ങൾ പറയുന്നത് ഈ 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരു കോഴിപ്പോരാണെന്ന്. സത്യമാണെന്ന് എനിക്കും തോന്നുന്നു. അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. കാരണം ട്രോളന്മാർ പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പറയണമോ എന്ന് തോന്നുമെങ്കിൽ പോലും പൊതുമണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ തമാശകൾക്കും ആക്ഷേപങ്ങൾക്കുമൊക്കെ അപ്പുറം ഇതിൻ്റെ പിന്നിൽ ഒരു ഗുരുതരമായ പ്രശ്നം ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം ഇതിലൊരു സ്ത്രീ വിരുദ്ധത എന്നുള്ള ഒരു കോമൺ ഫാക്ടർ, ഒരു പൊതു ഘടകം ഇതിലെല്ലാം നിലനിൽക്കുന്നുണ്ട്. ആ സ്ത്രീ വിരുദ്ധത എന്നുള്ള ഒരു ഘടകം
അയോഗ്യതയല്ല നിയമപരമായിട്ട്. കാരണം ഈ പറഞ്ഞ കേസുകളിലൊന്നും നിയമപരമായിട്ടുള്ള നടപടികൾ മുന്നോട്ട് പോയിട്ടില്ല, ഇവരാരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഭാരതീയ നിയമസംഹിതയുടെ കണ്ണിൽ, ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ കണ്ണിൽ മുൻപിൽ, നീതിന്യായ വ്യവസ്ഥയുടെ മുൻപിൽ ഇവരാരും കുറ്റവാളികളല്ല. പക്ഷേ ഒരു പൊതുവികാരം, പൊതു മനസ്സിൽ, അല്ലെങ്കിൽ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി എന്ന് ഒന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മോറൽ കോഡ് എന്ന് പറയുന്ന, മോറൽ കോഡ് ഓഫ് കണ്ടക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പഴഞ്ചൻ മനോഭാവമാണെന്നോ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ആണെന്നോ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. പക്ഷേ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വഭാവം കഴിയുന്നത്ര സംശുദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ, ഒരു ആലോചിച്ച് നോക്കൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോ പൊതുമണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും വെച്ച് സിഗരറ്റ് വലിക്കുന്ന ഒരു വീഡിയോ പുറത്തു വരികയാണ്. അവർ വലിക്കുമെന്നല്ല പറയുന്നത്, രണ്ടുപേർക്കും അത്തരത്തിലൊരു ദുശീലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇവർ രണ്ടുപേരിൽ ആരെയും എടുത്തു, ഒരാളെ ഫേവർ ചെയ്തോ മറ്റേയാളെ തള്ളിയോ ഞാൻ പറയുന്നില്ല. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ പൊതുമണ്ഡലത്തിൽ സിഗരറ്റ് വലിക്കുന്ന ഒരു രംഗം പുറത്തു വരുന്നു, അത് പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന് ആലോചിക്കുക. അത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു സ്വാധീനം ഉണ്ട്. കാരണം ഇവരെയൊക്കെ പിന്തുടരുന്ന കോടിക്കണക്കിന് ആളുകളുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ കോടികളുണ്ടോ എന്ന് എനിക്കറിയില്ല, 100 കണക്കിന് ആളുകളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നരേന്ദ്രമോദിയെ എന്തായാലും കോടിക്കണക്കിന് ജനങ്ങൾ പിന്തുടരുന്നുണ്ട്. അവരിൽ ചിലരിലെങ്കിലും ഇത് കൊള്ളാവുന്നൊരു ശീലമാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കിയാൽ അത് നരേന്ദ്രമോദിയുടെ തെറ്റാണ്. നരേന്ദ്രമോദി അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. ഇനി അതും പറഞ്ഞാലും എൻ്റെ തലയിൽ കയറാൻ വരണ്ട. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. നരേന്ദ്രമോദിക്ക് ഇത്തരം ദുശീലങ്ങളൊന്നുമില്ല. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ എനിക്ക് അത്ര ഉറപ്പില്ല. എന്നാൽ പോലും അദ്ദേഹത്തിന് ഈ സിഗരറ്റ് വലി എന്നുള്ളൊരു ദുശീലമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മറ്റു പല ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ദുശീലം അദ്ദേഹത്തിനുണ്ടെന്ന് കരുതുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ളൊരു സ്വാധീനം ജനങ്ങളിൽ ചെലുത്തുവാൻ രാഷ്ട്രീയ നേതാക്കൾക്ക് സാധിക്കും. സിനിമാ താരങ്ങൾക്കൊപ്പമല്ലെങ്കിൽ പോലും അതിനൊരു പടി താഴെയായെങ്കിലും സാധിക്കും. അതുകൊണ്ട് തന്നെ സ്വന്തം വ്യക്തിജീവിതത്തിൽ പൊതുമണ്ഡലത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന തരത്തിൽ ഒരു ദുശീലങ്ങളോ ഇത്തരത്തിലൊരു അപവാദങ്ങളോ ഉണ്ടാക്കാതിരിക്കണം അവർ എന്നുള്ള കാര്യത്തിൽ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ പിന്നിൽ ഒരു ഗുരുതരമായ ഒരു സത്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ കോഴിപ്പോരെന്ന് ട്രോളന്മാർ ആക്ഷേപിക്കുന്ന ഈ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പിന്നിൽ ഇവരൊക്കെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഭരണഘടനാപരമായി ഭാരതത്തിൻ്റെ നിയമമനുസരിച്ച് യോഗ്യർ തന്നെയാണ്. പക്ഷേ ഈ സ്ത്രീവിരുദ്ധത അല്ലെങ്കിൽ ഇവരുടെ മേലുണ്ടായിരിക്കുന്ന ആരോപണങ്ങൾ, അതിലെ സത്യാവസ്ഥകൾ ഒക്കെ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ടത് നിയമമാണ്, നിയമ സംവിധാനങ്ങളാണ്. ഇവരുടെ പേരിൽ വ്യാജ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടത് നിയമ സംവിധാനമാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ KV ഗണേഷ് കുമാറിൻ്റെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ആ പൊതുമണ്ഡലത്തിൽ ആരോപണം ഉന്നയിച്ചത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ തന്നെയാണ്. പിന്നീട് അവർ പരാതി കൊടുക്കുന്നില്ല, ഗണേഷ് കുമാറിനെ അത്ര ഇഷ്ടമാണ് എന്ന് പറഞ്ഞുവെങ്കിൽ പോലും അവർ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെന്ന് അവരൊരിക്കലും പറഞ്ഞില്ല. ഞാൻ എപ്പോഴത്തെ ദേഷ്യത്തിൽ വ്യാജമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചതെന്ന് അവരൊരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ അവരുന്നയിച്ച ആരോപണങ്ങൾ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. അതുപോലെ തന്നെയാണ് മുഹമ്മദ് റിയാസിൻ്റെ കാര്യവും. PK ശശിയുടെ കാര്യവും വ്യത്യസ്തമല്ല. അത് പാർട്ടി തന്നെ അന്വേഷിച്ച തീവ്രത കുറഞ്ഞ പീഡനമായിരുന്നു എന്ന് കണ്ടുപിടിച്ചതുകൊണ്ട് അത് നിസ്സാരമായിട്ടുള്ള പീഡനാരോപണമാകുന്നില്ല. ഈ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ അത് ജനങ്ങളുടെ മനസ്സിലൊരു അയോഗ്യതയാകുന്നില്ല എന്നുള്ളത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളെ, ആരോപണങ്ങളെയല്ല പ്രവർത്തികളെ സാമാന്യവൽക്കരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ അപകടം. കാരണം ഈ പീഡനമെന്ന് പറയുന്നത് പണ്ട് EK നായനാർ പറഞ്ഞതുപോലെ ചായ കുടിക്കുന്നത് പോലെ സ്വാഭാവികമായൊരു കാര്യമാണ് എന്നുള്ളൊരു ചിന്താ സരണി നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കപ്പെടുവാൻ സാധ്യതയുള്ളൊരു സംഗതിയാണ് ഇത്തരത്തിലുള്ള ആളുകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കോഴിപ്പോരിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതും അതിനെ സംബന്ധിച്ച് എൻ്റെ ഒരു ആശയം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചതും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻറ്റുകളിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.